രത്തൻ കേൽക്കറിനെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചതിനെതിരെ ഡിവൈഎഫ്ഐ കൂടുതൽ വലിയ കള്ളം കാണിക്കുന്നയാൾക്ക് കൂടുതൽ വലിയ പ്രതിഫലം നൽകുകയാണ്. കള്ളം ചെയ്തതിന് ലഭിച്ച റിവാർഡാണോ പുതിയ സ്ഥാനമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ആവശ്യപ്പെട്ടു. സൈഫ് സേനാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സൈഫ്, ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിയമനത്തെ വലിയ രീതിയിൽ വിമർശിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. അതിനെ ഭരണപക്ഷം എങ്ങനെ നേരിടും? മുഖ്യമന്ത്രി വി ഡി സതീശൻ അതിന് ഏതെങ്കിലും തരത്തിൽ വലിയ ഗൗരവ സ്വഭാവത്തിലെടുക്കാനുള്ള സാധ്യത കുറവാണ്. അദ്ദേഹം അധികാരത്തിൽ ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ നിയമനങ്ങളിലൊന്നാണ്. ആ ഉത്തരവ് എന്തായാലും പുറത്തിറങ്ങിയിട്ടില്ല. ഇന്നത്തോടു കൂടി ആ ഉത്തരവ് പുറത്തിറങ്ങുമെന്നാണ് ലഭിക്കുന്നത് വിവരം. പക്ഷെ ആ നിയമനം അത് രാഷ്ട്രീയമായിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം ഇടതുമുന്നണി നേതൃത്വം എടുത്തിട്ടുണ്ട്. ഈ നിയമനത്തെയും ബംഗാളിലെ നിയമനത്തെ ഒരേപോലെയാണ് CPM നേതൃത്വവും ഇടതുമുന്നണി നേതൃത്വവും കാണുന്നത്. ബംഗാളിൽ മനോജ് കുമാർ അഗർവാൾ, അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന് ചുമതല വഹിച്ച ആളാണ്. അവിടെ SIR വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. അവിടെ BJP ജയിച്ചതിന് പിന്നാലെ അദ്ദേഹത്തെ അവിടുത്തെ ചീഫ് സെക്രട്ടറിയാക്കി തീരുമാനം BJP സർക്കാർ എടുത്തിരുന്നു. ആ നിയമനവും ഈ നിയമനവുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ഇടതുമുന്നണി നേതൃത്വം. ഈ ഒരു കൂളിംഗ് പീരീഡ്, ഇപ്പോൾ പി രാജീവ് പറഞ്ഞ പോലെ ഒരു കൂളിംഗ് പീരീഡ് കടക്കുന്നതിന് മുമ്പാണ് ഈ നിയമനം നടത്തിയത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് രാഷ്ട്രീയ വിമർശനമായിട്ട് അവർ ഉന്നയിക്കുന്നത്. CPI സമാനമായ രീതിയിൽ തന്നെയാണ് കാണുന്നത്. ആ നിയമനം എന്തിൻ്റെ പേരിലായിരുന്നു എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ജനങ്ങളിൽ നിന്ന് അതിനകത്ത് ചോദ്യങ്ങൾ ഉയരും എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. DYFI കുറച്ച് കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് ആ വിഷയത്തിൽ. വലിയ കൊള്ളയ്ക്ക് വലിയ പ്രതിഫലം എന്ന രാഹുൽ ഗാന്ധി ബംഗാളിലെ നിയമനത്തെ വിമർശിച്ച പോലെ തന്നെയാണ് ഇതിനെയും കാണേണ്ടത് എന്നുള്ളതാണ് DYFI മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവും അതിന് പാർട്ടി നിലപാടായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. പാർട്ടിയുടെ ഔദ്യോഗിക പ്രസ്താവന വന്നിട്ടില്ല എങ്കിലും കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ അദ്ദേഹവും ചില പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ വിമർശനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. രത്തൻ കേൽക്കറിന്റെ നിയമനം അത് എന്തിനെങ്കിലും ഉള്ള കാര്യത്തിൻ്റെ പ്രത്യുപകാരമാണോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ വിമർശനങ്ങളിലേക്ക് കടക്കുകയാണ് ഇടതുമുന്നണി നേതൃത്വം ചെയ്യുന്നത്. ഒരു സർക്കാരിൻ്റെ ഹണിമൂൺ പീരീഡാണ് എങ്കിലും രാഷ്ട്രീയ വിമർശനമായി തന്നെ ഉയർത്തണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരത് ചെയ്യുന്നത്. അനീഷ.